എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയാണ് നടന്ന സംഭവം. നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് പരിശോധിക്കാം. സ്വന്തം വീട്ടിലെ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും അടുത്ത വീട്ടിൽ എന്തു നടക്കുന്നു എന്നറിയാനുള്ള ഉത്കണ്ഠ. പൊതുവെ നമ്മൾ മലയാളികൾ എത്ര പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലും ആ ഒരു അസുഖം നമ്മളിൽ കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കഥയാണ് നടന്ന സംഭവം. കൃത്യം 2 മണിക്കൂറാണ് ഈ സിനിമയുടെ നീളം. സിനിമ ഇങ്ങനെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അതായത് നഗരത്തിലെ സമ്പന്നർ താമസിക്കുന്ന ഒരു പാർപ്പിട സമുച്ചയം. അവിടെ ഒരു വില്ലയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തുകയാണ് മറൈൻ എഞ്ചിനീയറായ ശ്രീകുമാരൻ ഉണ്ണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതായത് ഭാര്യയും മകളും അടങ്ങിയ കുടുംബം. വർഷത്തിലെ 6 മാസം കടലിലും ബാക്കി 6 മാസം കരയിലുമായി ജീവിക്കുന്ന ശ്രീകുമാരൻ ഉണ്ണി ജീവിതം പറ്റാവുന്നത്ര മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കുന്നയാളാണ്. എവിടെ എത്തിയാലും ആളുകളുമായി എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കുന്ന ഒരാൾ. എല്ലാവരോടും പെട്ടെന്ന് കയറി അടുക്കുന്ന, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് ഉണ്ണിയുടേത്. ഉണ്ണിയുടെ ഈ സ്വഭാവം അയാളുടെയും ഇവിടേക്ക് താമസിക്കുന്ന അജിത്തിൻ്റെയും എല്ലാവരോടും പെട്ടെന്ന് കയറി അടുക്കുന്ന, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് ഉണ്ണിയുടേത്. ഉണ്ണിയുടെ ഈ സ്വഭാവം ഉണ്ണിയുടെയും ഇവിടെ താമസിക്കുന്ന, അതായത് ഇവിടെ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന അജിത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്ന സംഭവം എന്ന സിനിമ നമ്മളോട് പറയുന്നത്. എന്നാൽ പുതുതായി എത്തുന്ന ഈ സ്ഥലത്ത് ഉണ്ണിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമല്ല ഉണ്ണിയെ കാത്തിരിക്കുന്നത്. ഒരു ദിവസം അടുത്ത വീട്ടിലെ വില്ലകളിൽ താമസിക്കുന്ന അജിത്തും അയാളുടെ ചില സുഹൃത്തുക്കളും ഒത്തുചേർന്ന് കള്ളു കുടിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ കള്ളുകുടിയുടെ കുറച്ച് സംഭാഷണങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെയാണ് സംഭാഷണം പോകുന്നത്. അതായത് ഭാര്യ അത്ര പോരാ എന്നതും ലോകത്തെ മറ്റ് സ്ത്രീകൾ അവരെ പ്രലോഭിപ്പിക്കുന്നതും ഇവർക്ക് അപ്പോൾ വിഷയമാകുന്നുണ്ട് കള്ളുടിയുടെ ഇടയിൽ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിയെക്കുറിച്ച് പറയുന്നതും ഉണ്ണിയുടെ കുടുംബത്തെക്കുറിച്ചും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാളും ഭാര്യയും തമ്മിലുള്ള അതായത് ഉണ്ണിയും ഭാര്യയും തമ്മിലുള്ള സ്വതന്ത്രമായ ഇടപെടലുകളും സൗഹാർദ്ദപൂർണമായ പെരുമാറ്റവും എല്ലാം കോളനിയിലെ, അതായത് ആ അപ്പാർട്ട്മെൻറ്റിലെ സ്ത്രീകൾക്കിടയിൽ അതായത് ഉണ്ണിയെ നല്ല സമ്മതനാക്കുന്നുണ്ട്. ഇത് മറ്റു പുരുഷന്മാർക്കിടയിൽ ഉണ്ണിയോട് കടുത്ത അസൂയയും പരിഭവവും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വ്യത്യസ്ത ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അജിത്തും ഉണ്ണിയും നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. അതായത് മലയാളിയുടെ മറ്റൊരു മുഖമാണ് ഇവർ. അതായത് ജോലിയുള്ള ഭാര്യയെ അടുക്കളയിൽ കയറ്റാതെ അവ തനിയെ ചെയ്യുന്ന ആളാണ് ശ്രീകുമാരൻ ഉണ്ണിയെങ്കിൽ അനധികാരത്തിൽ ഊന്നിയുള്ള ജീവിത സങ്കല്പങ്ങളാണ് അജിത്തിൻ്റേത്. കോളനിയിലെ സ്ത്രീകൾ ഉണ്ണിയുടെ ഫാൻസായി മാറുന്നത് അജിത്തിനും സംഘത്തിനും സഹിക്കുന്നില്ല. ഇത് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളിൽ ഊന്നി കഥ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം അല്ലെങ്കിൽ ഒളിഞ്ഞുനോട്ടം അത്ര സുഖകരമായ ഓർപ്പേടല്ല. സംശയങ്ങളും തെറ്റിദ്ധാരണകളുമെല്ലാം ഈ ഒളിഞ്ഞുനോട്ടത്തിന് കാരണമാണ്. ഈ ഒളിഞ്ഞുനോട്ടം നമുക്കിടയിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത് ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഈ സിനിമ അത് വരച്ചു കാട്ടുന്നുണ്ട്. ഇതിൽ പറയാനുള്ള പ്രത്യേക അഭിനയ മികവ് കൊണ്ട് അജിത്ത് ആയിട്ട് സുരാജ് വെഞ്ഞാറമൂടും ഉണ്ണിയായിട്ട് നമ്മുടെ ബിജു മേനോനും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ അജിത്തിൻ്റെ ഭാര്യ ധന്യയായി ലിജുമോള് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതായത് ഭർത്താവിൽ നിന്നേൽക്കുന്ന അവഗണനയും കുടുംബത്തിലെ സംതൃപ്തിയില്ലായ്മയും എല്ലാം പക്വതയോടെ അവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഡിപ്രഷൻ വന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറുന്നത് അത് അവർ നല്ല പോലെ അവരുടെ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ഭാര്യയായി എത്തിയ ശ്രുതി രാമചന്ദ്രൻ്റെ കഥാപാത്രവും നല്ല രീതിയിൽ, അതായത് അവർ പുരോഗമനപരമായ ഒരു കഥാപാത്രമാണ് ഇതിൽ. അവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, ഭർത്താവ് സുന്ദരികളായ പെണ്ണുങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും അവർക്ക്, അതായത് ഉണ്ണിയുടെ ഭാര്യയ്ക്ക് അത് യാതൊരു തെറ്റിദ്ധാരണയ്ക്കും ഇടവരുത്തുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ദാമ്പത്യം അത്രയും ദൃഢമാണ്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ണി വരുന്ന
സമയത്തും അവർക്ക് ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയില്ല. കാരണം അവർക്കറിയാം ഉണ്ണി തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഉണ്ണിയെ അവർ തെറ്റിദ്ധരിക്കുന്നു പോലുമില്ല ഈ കഥയിൽ. അപ്പോൾ മലയാളീസിൽ ൻ്റെ കാര്യം പറഞ്ഞാൽ കാലം എത്ര പുരോഗമിച്ചാലും പറഞ്ഞാലും മലയാളികളുടെ മാറാത്ത ചില മനോഭാവങ്ങളെ ഈ ചിത്രം തുറന്നു കാട്ടുന്നു. അതായത് സമകാലിക സംഭവങ്ങളെ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. അതായത് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടങ്ങൾ, പിന്നെ മോറൽ പോലീസ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഇത് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ കോമഡികൾ ചില സമയത്ത് നല്ല നല്ല കോമഡികളുണ്ട്. പക്ഷേ പൊതുവായിട്ട് നോക്കിയാൽ കോമഡികൾ അത്ര കുറവാണ്. അതായത് വലിയൊരു സബ്ജക്റ്റ് എടുത്ത് പറയാൻ ശ്രമിച്ചെങ്കിൽ കൂടി അത് പ്രേക്ഷകരെ മനസ്സിലേക്ക് ഒരു ഇമ്പാക്റ്റായിട്ട് ഈ ചിത്രത്തിന് വരാനായിട്ട് സാധ്യത കുറവാണ്. പക്ഷെ മുഴുവൻ പ്രേക്ഷകരും ഈ സിനിമ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ മുഴുവൻ പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കുമോ എന്നത് ഒരു സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോമഡികളുടെ ആ കുറവ് അതിലുണ്ട്. പിന്നെ അനാവശ്യമായ രീതിയിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുറേ അനാവശ്യമായ സംഗതികളൊക്കെ വലിച്ചു നീട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിനിമയിൽ പറയാനുള്ള കാര്യങ്ങൾ.